Hi, welcome to Coolstock YouTube channel. November 18th, Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. ഓക്കെ അക്ഷിത, ഇന്ന് ട്യൂസ്ഡേ എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റ് ഓപ്പണായി. നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്താണ് ടേബിൾ എന്താ റീഡ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ ഒന്ന് നോക്കാം. എന്താണ് ടേബിൾ എന്താ പറയുന്നത്? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, POC ബുള്ളിഷ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് മീഡിയം, സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, വോളിയം വെയിറ്റ് ആണ്. അപ്പൊ ഇപ്പം ഇത് വെച്ചിട്ട് സ്കോർ 3-1 ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബെയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നൽ സ്ട്രെങ്ത് മീഡിയം ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, സീറ്റ പോസിറ്റീവ് ആണ്, ഓളിയം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നില്ലെങ്കിൽ കോള് വരും അല്ലെങ്കിൽ പുട്ട് വരും, ഏതെങ്കിലും വരാൻ ഉള്ള ഏതാണെന്നുള്ള ഒരു തീരുമാനം ഇവിടെ ഇപ്പോഴും ആയിട്ടില്ല. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. വെരി ഗുഡ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്, അത് റീഡ് ചെയ്യണം. ഇപ്പം 9:23 കഴിഞ്ഞു. നമുക്ക് യൂഷ്വലി അൽഫ കാൻഡിൽ ആദ്യത്തെ സിഗ്നൽ വരിക 9:29 കാൻഡിലാണ്. 9:29 കാൻഡിലിന് മുമ്പ് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ സിഗ്നൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ 9:29 കാൻഡിൽ സ്റ്റാർട്ട് ആവുന്ന നേരത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം തന്നെയാണ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സീറ്റ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, സിഗ്മ നെഗറ്റീവ് ആണ്. അത്യാവശ്യം ഒരു ചെറിയ തോതിൽ ഓളിയം ബിൽഡപ്പായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓളിയം ബൈ എന്ന് കാട്ടുന്നത്. ഇവിടെ സിക്കുള്ള ഒരു ചാൻസ് ആണ് ഇതിൽ കാണുന്നത്. പക്ഷെ ഏതാ വരുന്നത് നോക്കാം. ഏതാ വന്നത്? ഇപ്പം പുട്ടാണ് വന്നത്. 25,950 പുട്ടാ വന്നിരിക്കുന്നത്. അതിന്റെ കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആയതുകൊണ്ട് തന്നെയാണ്. ഓളിയം ബൈ പറയുന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻകാർ ബാരിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ അവരുടെ സ്ട്രെങ്ത് ഇല്ല. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് മീഡിയം ആണ്. പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, പക്ഷെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സ്കോർ 3-1 ഉള്ളൂ. സീറ്റ പോസിറ്റീവ് ആണ്, ട്രെൻഡ് ബുള്ളിഷ് ആണ്. ഇവിടെ 25,950 വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രൈക്കിൽ എന്താ ഈ നേരത്ത് നമ്മൾ ആ സ്ട്രൈക്ക് എടുത്ത് ലോഡ് ചെയ്യണം. ആ സ്ട്രൈക്കിൽ എന്താണ്, എത്രയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. സ്ട്രൈക്ക് നമ്മൾ ഇട്ടു 25,950 സ്ട്രൈക്ക്. സമയം 9. ഇതിലെന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യുക, കട്ട് ചെയ്യേണ്ട. നമുക്ക് റീപ്ലേയിലേക്കാണ് പോകേണ്ടത്. ഇപ്പം ലൈവ് മാർക്കറ്റാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റീപ്ലേയിലേക്ക് പോവാം. നമുക്ക് രാവിലത്തെ ട്രേഡ് ആണല്ലോ നോക്കുന്നത്. 9:29 ആൽഫ കാൻഡിൽ ഫോം ചെയ്ത സമയത്ത് നമ്മൾ സ്ട്രൈക്കിലോട്ട് മാറണം. ആ സമയത്ത് സ്ട്രൈക്കിൽ വരുന്ന പ്രൈസിനാണ് ബൈ ചെയ്യേണ്ടത്. സ്ട്രൈക്കിൽ വരുന്ന പ്രൈസിൽ അവിടെ നമുക്ക് സ്ട്രൈക്കിൽ പ്രൈസ് കാട്ടിത്തരും. നമ്മൾ 9:29 ഇൻഡെക്സിൽ വന്ന ശേഷം മാത്രമാണല്ലോ സ്ട്രൈക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഉള്ള ടേബിൾ എന്താണ്, ആ സ്ട്രൈക്കിൽ എന്താന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് ഇൻഡെക്സിൽ വന്നു. ഇൻഡെക്സിൽ അത് 25,950 പിന്ന് വന്ന ശേഷം ആ കാൻഡിൽ ക്ലോസ് ആയി. 9:29 കാൻഡിൽ 9:30 ക്ലോസ് ആയപ്പം ഇത് കൺഫേം ആവുമ്പോഴാണ് നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകേണ്ടത്. സ്ട്രൈക്കിൽ 9:29 കാൻഡിൽ ക്ലോസ് ആയ ശേഷം ആ കാൻഡിലിന്റെ ടോപ്പ് ആണ് നമ്മളെ ബൈ പ്രൈസ് ആയി വരുന്നത്. 53 ആണ് ബൈ പ്രൈസ്. ടാർഗറ്റ് 59, സ്റ്റോപ്പ് ലോസ് 47. പക്ഷെ ആ നേരത്ത് ഇവിടെ ഇത് വന്നപ്പോ എന്താണ് സ്റ്റാറ്റസ്? ടേബിളിന്റെ സ്റ്റാറ്റസ് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഫുൾ ബാരിഷ് ആണ്. വോളിയം തീരെയില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്. പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്. സിഗ്നലിന്റെ ഈ സ്ട്രൈക്കില് സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്ക് ആണ്. മാർക്കറ്റ് സൈഡ് വേസാ പറയുന്നത്. വന്നത് നമുക്ക് എന്താണ്? പിയില് ഈ സ്ട്രൈക്കില് ഓളിയം ഇല്ല. ഓളിയം ഇല്ലാത്തത് കൊണ്ട് ഇത് എല്ലാ ദിവസവും പറയുന്ന പോലെ ഓളിയം ഇല്ലാത്ത ദിവസം നമ്മൾ ഒരു 50% ഓഫ് ദ ടാർഗറ്റ് നമ്മളുടെ ബൈ പ്രൈസിൽ ഇത് ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ
50% ഓഫ് ദ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് പോകേണ്ടത്. ട്രേഡ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് നമുക്കൊക്കെ പ്രോഫിറ്റാണ്. നമുക്കിത് എന്താ എങ്ങനെയാണ് വരുന്നത്, എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ചെയ്യാം. 9.29 ക്യാൻഡിൽ വന്നു, 53 പ്രൈസ് പറഞ്ഞു. അടുത്ത ഇതിൽ അത് ഓർഡർ എക്സിക്യൂട്ടായ ഓർഡർ ഏത് വരെ പോയി? 57.40 വരെ 57.50 വരെ പോയി. നമ്മളെ ടാർഗറ്റ് എത്രയായിരുന്നു? 59 ആയിരുന്നു. 50% ഓഫ് ദ ടാർഗറ്റ് എത്രയാ? 56. 56ൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടണം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് റേറ്റിന് അടിച്ചെടുക്കണം. അത് അവരവരെ സ്കില്ലാണ്. ഈ ട്രേഡിൽ പിന്നീട് ട്രേഡ് ഉണ്ടോ? ഇന്ന് നമ്മൾ ട്രേഡ് എടുത്ത്, ഇന്ന് നമ്മൾ 2 പ്രാവശ്യം ഒക്കെ ആയിട്ട് ട്രേഡ് എടുത്ത്, അത് എന്തുകൊണ്ടാണ് പിന്നെയും എടുക്കുന്നത്? ഇവിടെ ഓളിയം ഡെവലപ്പ് ആവുന്നുണ്ടോ നോക്കും. ഓളിയം ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ പിന്നെയും ട്രേഡ് എടുക്കാം. ഒരു ചാൻസും കൂടി ഉണ്ട്. എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ അങ്ങനെ റിസ്ക് എടുക്കണം. എക്സ്പയറി ഡേ കോസ്റ്റും കുറവായതുകൊണ്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് ഉള്ള ട്രേഡാണ്. ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് ഒരു റിസ്ക്കും കൂടി എടുത്ത് നോക്കുമ്പോൾ അത് 62ഉം കടന്ന് 68ഉം കടന്ന് 78 ഒക്കെ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇന്ന് എബവ് 11,000 ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അക്കൗണ്ടിൽ. അത് ഈ ഇൻഡിക്കേറ്ററിനെയും ഇതിൻ്റെ ടേബിളിനെയും കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുന്ന രീതിയാണ്. അത് അവരവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിനെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഇൻഡിക്കേറ്റർ ചെയ്യുന്ന ഒരു GPS നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓട്ടുമ്പോൾ സഹായിക്കുന്നത്, അതേപോലെ ഇതിൽ നമുക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ടേബിളിൽ ഇപ്പോൾ ഇതെല്ലാം ബുള്ളിഷാണ്. അപ്പോൾ ഇത് കണ്ടും കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എക്സ്പയറി ഡേ പ്രീമിയം വളരെ കുറവാകുന്ന നേരത്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് 3 ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിലോ 14,000 റൗണ്ട് ഔട്ടേ വരുള്ളൂ. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് നല്ല പ്രോഫിറ്റിൽ 2 ട്രേഡ് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്തത് ഇന്ന് എക്സ്പയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇന്ന് വരെ ഫ്രോം വെനസ്ഡേ ടു ട്യൂസ്ഡേ ഉള്ള ട്രേഡിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യും. അതിൻ്റെ വീഡിയോ വേറെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. എല്ലാ ആൾക്കാരും ആ വീഡിയോയും കൂടി കണ്ടാൽ ഒരാഴ്ചയിൽ ഇത് എങ്ങനെയാണ് ആ വീക്ക് ഒരു വെനസ്ഡേ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി ട്യൂസ്ഡേ വരെയുള്ള ട്രേഡുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ വീഡിയോയും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.